നമസ്കാരം. JDSന്റെ MP പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗികാതിക്രമം നേരത്തെ അറിഞ്ഞിട്ടും സ്ഥാനാർത്ഥിയാക്കിയതും ഒപ്പം കൂട്ടിയതും മോദിയുടെ കാപട്യത്തിന് തെളിവാണ് എന്നാണ് നടൻ പ്രകാശ് രാജ് പറയുന്നത്. രാഷ്ട്രീയ ലാഭത്തിനായി വീഡിയോ പൊതുമധ്യത്തിൽ പ്രചരിപ്പിച്ചവർ നിരവധി സ്ത്രീകളുടെ സ്വകാര്യതയും ഇല്ലാതാക്കിയെന്ന് പറയേണ്ടി വരും. പ്രജ്വൽ പീഡിപ്പിച്ച സ്ത്രീകളിൽ ഹിന്ദുക്കളില്ലേ? അവർക്ക് വേണ്ടി മോദി സംസാരിക്കാത്തത് എന്താണ് എന്ന് ചോദിക്കേണ്ടി വരില്ലേ? ഇതാണ് പ്രകാശ് രാജ് ചോദിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ലൈംഗിക അപവാദങ്ങൾ എന്ന് പറയപ്പെടുന്ന എണ്ണമറ്റതാണ്, പറയാതിരിക്കാൻ കഴിയില്ല. സുരേഷ് റാം മുതൽ പ്രജ്വൽ രേവണ്ണ വരെ ആരോപണങ്ങളിൽ കുടുങ്ങി വനവാസത്തിലായവർ നിരവധി പേരാണ്. കർണാടകത്തിലെ ഹാസനിൽ നിന്നുള്ള ലോക്സഭാ എംപിയും നിലവിലെ JDSന്റെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായിട്ടുള്ള ലൈംഗിക പീഡന കേസുകൾ രാജ്യത്തിപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. കാരണം തിരഞ്ഞെടുപ്പ് കാലം കൂടിയാണല്ലോ. 3000-ഓളം അശ്ലീല വീഡിയോകൾ പുറത്തു വന്നതാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചൂടേറിയ വിവാദമായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹാസനിൽ വന്ന് പ്രജ്വലിന് വേണ്ടി പ്രചരണം നടത്തിയിരുന്നു. BJPയുടെ സഖ്യകക്ഷിയാണ് ജനതാദൾ എസ്. സംഭവം വിവാദമായതോടെ ഇപ്പോൾ ഇയാൾ ജർമ്മനിയിലേക്ക് കടന്നിരിക്കുകയാണ്. എന്ന് ജർമ്മനിയിൽ നിന്ന് വരുവോ അന്ന് അറസ്റ്റ് ഉറപ്പാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നേതാക്കൾ ലൈംഗിക വിവാദങ്ങളിൽ ഉൾപ്പെടുന്നത് പുതിയ കാര്യമൊന്നുമല്ല. ദേശീയ സംസ്ഥാന രാഷ്ട്രീയ രംഗങ്ങളിൽ ഉന്നത പദവികൾ വഹിച്ചിരുന്ന ഒട്ടേറെ പേർ ഇത്തരം ഊരാക്കുടുക്കുകളിൽ പെട്ടിട്ടുമുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ആരൊക്കെയാണെന്ന്. സുരേഷ് റാം, രാജ്യത്തെ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി മന്ത്രിസഭയിലെ ഉപപ്രധാനമന്ത്രിയായിരുന്ന ജഗ്ജീവൻ റാമിൻ്റെ മകൻ സുരേഷ് റാം. ആ സുരേഷ് റാം ഉൾപ്പെട്ട ലൈംഗിക അപവാദം 1978-79 കാലത്ത് വൻ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ BJP നേതാവും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മരുമകളുമായ മനേക ഗാന്ധി പത്രാധിപരായിരുന്ന സൂര്യ മാഗസിനിലാണ് സുരേഷ് റാമും ഒരു യുവതിയും തമ്മിലുള്ള നഗ്ന ചിത്രങ്ങൾ 2 പേജിലായി പ്രസിദ്ധീകരിച്ചത്. ഇത് രാഷ്ട്രീയ രംഗത്ത് വൻ കോളിളക്കം സൃഷ്ടിച്ച വലിയൊരു സംഭവമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതോടെ ജഗ്ജീവൻ റാമിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവതാളത്തിലായിപ്പോയി എന്നത്. പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുതയും. ഇനി മറ്റൊന്ന്, അഭിഷേക് മനു സിംഗ്വി. 2012 സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ, കോൺഗ്രസിൻ്റെ വക്താവ്, രാജ്യസഭയുടെ MP. ഇവരൊക്കെയായിരുന്ന അഭിഷേക് മനു സിംഗ്വി എന്ന് പറയപ്പെടുന്ന വ്യക്തി വനിതാ അഭിഭാഷകയുമൊത്തുള്ള അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചത് വലിയ വിവാദമായി. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്ന മുകേഷ് കുമാർ ലാലായിരുന്നു ഈ ഒളി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഈ ലൈംഗിക ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിച്ചത് എന്നുള്ളതാണ്. വിവാദം പൊട്ടിപ്പുറപ്പെട്ടതോടെ സിംഗ്വിക്ക് വക്താവ് സ്ഥാനവും പാർലമെൻ്ററി കമ്മിറ്റി ചെയർമാൻ സ്ഥാനവും ഒക്കെ രാജിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ ഉൾപ്പെട്ട CD പ്രചരിപ്പിക്കുന്നത് ഡൽഹി ഹൈക്കോടതി തടയുകയും ചെയ്തു. ഇനി മറ്റൊന്ന്, രാഘവ് ജിയാണ്. 2013 മധ്യപ്രദേശിലെ BJP മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്ന രാഘവ് ജി പീഡിപ്പിച്ചുവെന്ന് ദൃശ്യങ്ങൾ സഹിതം വീട്ടുജോലിക്കാരി പോലീസിന് പരാതി നൽകുന്നു. ലൈംഗിക ഇടപാടുകളെക്കുറിച്ചുള്ള CD പുറത്തു വന്നതോടെ അദ്ദേഹം ഒളിവിൽ പോകുന്നു. 79-കാരനായ രാഘവ് ജിയെ അറസ്റ്റ് ചെയ്തതോടെ മന്ത്രിസ്ഥാനവും നഷ്ടമാകുന്നു. ഇതോടെ അദ്ദേഹത്തിന് പൊതുജീവിതവും അവസാനിപ്പിക്കേണ്ടി വരുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് ND തിവാരിയാണ്. ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയും ആന്ധ്രാപ്രദേശ് ഗവർണറുമൊക്കെ ആയിരുന്ന ND തിവാരി 2009 3 സ്ത്രീകളുമൊത്ത് രാജ്ഭവനിലെ കിടപ്പുമുറയിൽ കിടക്കുന്ന ദൃശ്യങ്ങൾ ഒരു തെലുങ്ക് ചാനൽ സംപ്രേഷണം ചെയ്യുന്നു. ആ സംഭവം പുറത്തായതോടുകൂടി ഗവർണർ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു ഇദ്ദേഹത്തിന്. 60 വർഷത്തിലധികം നീണ്ടുനിന്ന തിവാരിയുടെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയപ്പെടുന്നത്, ആ രാഷ്ട്രീയ ജീവിതത്തിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു ഈ നഗ്ന ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത്. രോഹിത് ചേഹർ എന്ന യുവാവ് തിവാരി തൻ്റെ പിതാവാണെന്ന് അവകാശപ്പെട്ട് DNA ടെസ്റ്റ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതിപ്പെട്ടതും അന്ന് വിവാദമായിരുന്നു. തുടക്കത്തിൽ തിവാരി ഇക്കാര്യമൊക്കെ നിഷേധിച്ചുവെങ്കിലും പിന്നീട് രോഹിതിൻ്റെ പിതൃത്വം അംഗീകരിക്കേണ്ടി വന്നു ND തിവാരിക്ക്. അതും നമ്മൾ കണ്ടതാണ്. ഇനി ഗോപാൽ കാണ്ട, ഹരിയാനയിലെ കോൺഗ്രസ് നേതാവ്, ഭൂപീന്ദർ ഹൂഡ മന്ത്രിസഭയിലെ അംഗവുമായിരുന്ന ഗോപാൽ കാണ്ടയും ഈ പറയുന്ന എയർ ഹോസ്റ്റസായ ഗീതികയും, ഇവർ തമ്മിലുള്ള അവിഹിതം ഹരിയാന രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ഒരു സംഭവമായിരുന്നു. ഈ കാണ്ടയുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന വിമാന കമ്പനിയിലെ എയർ ഹോസ്റ്റസാണ് ഈ ഗീതിക എന്ന് പറയപ്പെടുന്ന കുട്ടി. ഇവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ കാണ്ടയുടെ പേര് പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു.
ഗോപാൽ കാണ്ടയ്ക്കും ഒപ്പം തന്നെ പിന്നീട് രാഷ്ട്രീയത്തിൽ ഒരു തിരിച്ചുവരവ് എന്നുള്ളത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകേണ്ടി വന്നു. ഇനി ഒന്ന് ഗോപിനാഥ് മുണ്ടയാണ്. മഹാരാഷ്ട്രയിലെ BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമൊക്കെയായിരുന്ന ഗോപിനാഥ് മുണ്ടയും നർത്തകിയായിട്ടുള്ള ബർഖ പാട്ടീലും ഇവർ തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലി സംസ്ഥാനത്ത് ഒട്ടേറെ വിവാദങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെയും അത് പ്രശ്നമുണ്ടാക്കി. ഈ മഹിമാൽ മർദേന എന്ന് പറയപ്പെടുന്ന രാജസ്ഥാനിലെ മന്ത്രിയും കോൺഗ്രസിൻ്റെ നേതാവുമായിരുന്ന മഹിമാൽ മർദേന എന്ന് പറയപ്പെടുന്ന സർക്കാർ ആശുപത്രിയിലെ നേഴ്സായിരുന്ന ഭൻവാരി ദേവിയുമായിട്ടുള്ള ലൈംഗിക ദൃശ്യങ്ങൾ, ആ ലൈംഗിക ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള CD പ്രചരിപ്പിക്കുകയുണ്ടായി. പിന്നീട് ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ ഭൻവാരി ദേവി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മർദനയ്ക്ക് രാജിവെക്കേണ്ടി വന്നുള്ളതാണ് രാഷ്ട്രീയ സാഹചര്യം. ഇനിയുള്ളത് PT ചാക്കോയാണ്. കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് പിന്നീട് ആഭ്യന്തരമന്ത്രിയുമൊക്കെ ആയിരുന്ന PT ചാക്കോയുടെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിച്ചു പോയത് ഒരു സ്ത്രീയെ ചൊല്ലിയുള്ള വിവാദത്തിലൂടെയായിരുന്നു എന്ന് പറയാം. R. ശങ്കർ മന്ത്രിസഭയിലെ ആഭ്യന്തര റവന്യൂ വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന PT ചാക്കോ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങൾ അക്കാലത്ത് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് ചരിത്രമായി നിൽക്കുന്നതാണ്. അപകടവേളയിൽ ചാക്കോയുടെ കാറിലുണ്ടായിരുന്ന അജ്ഞാതയായിട്ടുള്ള സ്ത്രീ, ആ സ്ത്രീയെ ചൊല്ലിയുള്ള വിവാദത്തിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം വരെ രാജിവെക്കേണ്ടി വന്നു ഈ PT ചാക്കോയ്ക്ക്. മറ്റൊന്ന് ജോസ് തെറ്റയിലാണ്. മുൻമന്ത്രിയാണ്, അങ്കമാലിയുടെ MLA ആയിരുന്ന ജോസ് തെറ്റയിൽ. ആ ജോസ് തെറ്റയിൽ ഉൾപ്പെട്ട ലൈംഗിക വീഡിയോ 2013 പുറത്തു വന്നത് വൻ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു. കേരളം നടുക്കത്തോടുകൂടി കേട്ടതായിരുന്നു. വിവാദത്തെ തുടർന്ന് ഒളിവിൽ പോയ തെറ്റയിൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം തേടുന്നു. ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നായിരുന്നു ഹൈക്കോടതി കണ്ടെത്തിയത് പോലും. പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ ജോസ് തെറ്റയിൽ പരാജയപ്പെടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ശിക്ഷ നടപ്പാക്കിയാൽ എത്ര രാഷ്ട്രീയക്കാരുണ്ടാകും നവഭാരതത്തെ നയിക്കാൻ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാരണം ലൈംഗിക ആരോപണങ്ങളെന്ന് പറയപ്പെടുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മാറ്റിവെക്കാൻ കഴിയുന്നില്ല എന്നതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്കിടയിലും ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ ലൈംഗിക ആരോപണങ്ങളിൽ പെടുന്നവരെ എന്തുകൊണ്ടാണ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയാതായി പോകുന്നത്, ശിക്ഷ നൽകാൻ കഴിയാതായി പോകുന്നത്? അങ്ങനെ ഞാൻ പറയുന്നത് പോലെ ശിക്ഷ നൽകാൻ തുടങ്ങിയാൽ പിന്നെ ഈ നവഭാരതത്തെ നയിക്കാൻ രാഷ്ട്രീയക്കാർ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ JDSൻ്റെ MP ആയിട്ടുള്ള പ്രജ്വൽ രേവണ്ണയിലെത്തി നിൽക്കുന്ന ഈ രാഷ്ട്രീയ കളി, ലൈംഗിക ആരോപണത്തിൻ്റെ പേരിലുണ്ടാക്കിയെടുക്കുന്ന തിരഞ്ഞെടുപ്പ് കോലാഹലം, ഇതൊക്കെ കാലാകാലങ്ങളായി ഇന്ത്യ മഹാരാജ്യം അനുഭവിച്ചു വരുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാകുന്നത് രാഷ്ട്രീയക്കാർക്കെതിരെ. മറ്റു പല രാജ്യങ്ങളിലും ഇത്തരത്തിലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വലിയ സത്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടുള്ള ബിൽ ക്ലിൻ്റൺ പോലും ഒരു മോണിക്ക ലെവിൻസ്കിയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ താറുമാറാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ ഇന്ത്യയിലേക്ക് എത്തപ്പെടുമ്പോൾ ലൈംഗിക ആരോപണങ്ങളിൽപ്പെട്ട് സ്വന്തം ജീവിതം തകരുകയും ഒപ്പം തന്നെ രാഷ്ട്രീയ ജീവിതം, രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകേണ്ടി വരുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാക്കിയെടുത്ത രാഷ്ട്രീയക്കാർ അധികമുള്ള രാജ്യമാണ് ഭാരതം. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള ശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ എത്ര പേരുണ്ടാകും ഈ ലൈംഗിക ആരോപണത്തിൽ നിന്ന് മുക്തി നേടിയവർ?